കർത്താവിൻ്റെ തിരുനാമത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധപകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവദാസൻ എന്നോടൊപ്പം ആയിരിക്കാൻ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. എന്നെ ഏൽപ്പിച്ച ആ സമയത്തിനുള്ളിൽ ഒരു വാക്യം വായിച്ച് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ആ ദൈവത്തിൻ്റെ ആലോചന എന്ന് കേൾക്കുവാൻ ദൈവദാസൻ്റെ ഹൃദയത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കുവാൻ ഇടയായിത്തീരട്ടെ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു വാക്യം വായിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. അത് 1 തീമോഥെയോസ് 6-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാൽ നല്ലതാണ്. അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്: ദൈവാഗ്രഹം സകല ദോഷത്തിനും മൂലമല്ലോ, ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടകന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനമായി തീർന്നിരിക്കുന്നു. എന്നിട്ട് താഴത്തേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ പറയാം: നീയോ ദൈവത്തിന് മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്ന് പിന്തുടരുക. വിശ്വാസത്തിൻ്റെ നല്ല പോര് പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായിട്ടല്ലോ നീ വിളിക്കപ്പെട്ടത്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഹല്ലേലൂയ. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി ഏതൊക്കെ? നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുവാൻ തക്കണം ഇടയായിത്തീരണം. മുകളിൽ പറയുന്നത് എന്താ? ഹല്ലേലൂയ. സകല ദ്രവ്യാഗ്രഹങ്ങളും വിട്ട് ഹല്ലേലൂയ അത് വിട്ടകന്ന് ദൈവത്തെങ്കിലേക്ക് പോകുവാൻ തക്കണം ഇടയായിത്തീരണം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത് ഹല്ലേലൂയ എന്തിനാ വിളിച്ചിരിക്കുന്നത്? ഹല്ലേലൂയ നല്ല വിശ്വാസത്തിൻ്റെ നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ നിത്യജീവനെ പിടിച്ചുകൊണ്ട് നമ്മൾ വിശ്വാസത്തിനായി ഒരുങ്ങിയിരിക്കുവാൻ തക്കണം ഇടയായിത്തീരും. അതിനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിക്കുവാൻ തക്കണം ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് ആ കർത്താവിനെ വിളിച്ച് കർത്താവിൻ്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ ദൈവം അധികാരം തന്നിരിക്കുന്നത്. ദൈവ മക്കളെങ്കിൽ ഹല്ലേലൂയ ആ അപ്പം ചെയ്തു തന്നതായ പ്രവൃത്തി നമ്മൾ ചെയ്യുവാൻ തക്കണം ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നമ്മൾ ഓരോ ദിവസം ജീവിച്ചെങ്കിൽ മാത്രമേ നീയോ മനുഷ്യനായുള്ളോവേ, ദൈവത്തിൻ്റെ മനുഷ്യനാ നമ്മൾ. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ മനുഷ്യനായിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്വം നമ്മളിൽ ഉണ്ടായിരിക്കണം. നമുക്ക് പറയുന്നത് ചിലപ്പോൾ വസ്ത്രങ്ങൾ ധരിക്കാം, ഹല്ലേലൂയ, പക്ഷേ നമ്മുടെ ഹൃദയം ഹല്ലേലൂയ ശൂന്യമാണെങ്കിൽ, ആ കർത്താവിന് വസിക്കുന്ന ഒരു ഭവനമല്ലെങ്കിൽ നമ്മുടെ എന്തെല്ലാം പ്രവർത്തിച്ചാലും അത് കാര്യമില്ല. യേശുവിൻ്റെ ഭവനമായി, യേശുവിൻ്റെ മകളായി, യേശുവിൻ്റെ മകനായി ജീവിച്ച കർത്താവേ എന്നോട് കരുണ തോന്നണമേ. കർത്താവേ നിന്റെ കരുണയുടെ പ്രകാരം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ എന്നെ നന്നായി കഴുകണമേ. വെടിപ്പുള്ളവർ അതരമുള്ള ഒരു മനുഷ്യനാക്കി ചേർക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു ശുദ്ധീകരണം പ്രാപിക്കുവാൻ തക്കണം നമ്മൾ ഇടയാക്കണം. അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ച് അത് നമ്മൾ തന്നെ ശുദ്ധീകരിച്ചാൽ പോരാ. ദൈവമക്കളെ, ഇന്ന് കാലങ്ങൾ അനവധിയായി കാലങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുക. അത് കാലങ്ങൾ ഞങ്ങൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ അന്ത്യകാലത്തെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. അല്ല, ഞങ്ങൾ ഈ ലോകത്തെ സംഭവങ്ങളൊന്നുമല്ല, അന്ത്യകാലത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് ഇരിക്കുന്നു. കാരണം അത് പ്രസംഗിക്കേണ്ട സമയം വന്നിരിക്കുക, അന്ത്യകാലങ്ങൾ വന്നിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ആ കാലത്തിലേക്ക് കടന്നു വരുന്നു. യേശു തമ്പുരാൻ ഈ പ്രകാരം പറയുവാൻ തക്കണം ഇവിടെ അയക്കുന്നു: ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരാൻ പോവുക. ഹല്ലേലൂയ. ഇപ്പം നമുക്ക് പ്രവർത്തിക്കാം, അപ്പോൾ നമുക്ക് ഓടി നടക്കാം. എന്നാൽ ആർക്കും പ്രവർത്തിക്കാൻ പറ്റാത്തൊരു രാത്രി വരാൻ പോവുകയാണെന്ന് യേശു തമ്പുരാൻ പറയുവാൻ തക്കണം ഇടയായിത്തീരുന്നു. യേശു തമ്പുരാന് മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശയ്യ പ്രവാചകൻ, ഇരമ്യ പ്രവാചകനൊക്കെ പ്രവചിക്കുവാൻ തക്കണം ഇടയായിത്തീരുന്നു. അതെല്ലാം പ്രവചനം ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ നമ്മൾ കേട്ടിട്ട് അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിപ്പാൻ തക്കണം ഇടയായിത്തീരണം. അത് മലാക്കി പ്രവചനം ഇങ്ങനെ പറയുന്നു. 4-ാം അധ്യായത്തിലേക്ക് കടയുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു: ചൂട പോലെ കത്തുന്ന ഒരു ദിവസം വരും. ഹല്ലേലൂയ. മനുഷ്യരെല്ലാവരും താളടിയായിത്തീരും. ഹല്ലേലൂയ. അതുപോലെ
ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. അതെ നമ്മൾ കേട്ടുകൊണ്ടുനിന്ന് ഹല്ലേലൂയ ഈ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടുവാൻ തക്കണം ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മൾ കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ ഉപകാരമായി വരണം. ഹല്ലേലൂയ. അവിടെ യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. 34 അധ്യായത്തിൽ 4 വാക്യവും വായിച്ചാട്ടെ. അവിടെ ഇങ്ങനെ യെശയ്യാ പ്രവാചകൻ യേശുവിന്റെ ജനനത്തിന് മുമ്പ് ഈ പ്രകാരം പറയുവാൻ തക്കണം ഇടയായിത്തീരുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. അത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ വരവെടുത്തു. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ ദൈവം അറിയുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ്റെ വരവെങ്കിൽ നമ്മൾ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുവാൻ തക്കണം ഇടയായി. ഒന്ന് എടുത്ത് വായിച്ചാട്ടെ. നക്ഷത്രങ്ങൾ മതി. ഹല്ലേലൂയ. അവിടെ കർത്താവിൻ്റെ വരവിന് കർത്താവിൻ്റെ ആ ശബ്ദത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ തക്കണം ഇടയായിത്തീരുന്നു. 26:20 ഞാനിത് വായിച്ചാട്ടെ. അവർ അറയിൽ കിടന്ന് വാതിലടച്ച് ഹല്ലേലൂയ കിടന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരുന്നതായ അവസ്ഥ നമുക്ക് കാണുവാൻ തക്കണം ഇടയായിരുന്നു. വായിച്ചാട്ടെ. ആമേൻ. മതി. ഹല്ലേലൂയ. നമുക്കൊക്കെ അനുഭവമുള്ള ഹല്ലേലൂയ. ഇത് നമ്മൾ കേട്ടിട്ടുള്ളതാ. ഹല്ലേലൂയ. അറയിൽ കിടന്ന് വാതിലടച്ച് അതായത് താഴേക്ക് വന്ന അനേക ശവങ്ങൾ ഹല്ലേലൂയ കേട്ടും കുഴിച്ചിടാൻ പോലും ആരും ഉണ്ടാകിയില്ല. ഹല്ലേലൂയ. അപ്പം മരിച്ചപ്പോൾ ഈ നമ്മൾ അതിന് പേര് കൊടുത്തു കൊറോണ. ഹല്ലേലൂയ. ആ കൊറോണ വന്നപ്പോൾ നമ്മളൊക്കെ ഒളിച്ചിരുന്നു. ആരും പെരയ്ക്കകത്തേക്ക് കയറിയില്ല. പട്ടണങ്ങളെല്ലാം അടച്ചു. അങ്ങോട്ട് പോകാൻ കഴിയല, ഇങ്ങോട്ട് പോകാൻ കഴിയല. എല്ലാവരും മരിച്ചു. ഹല്ലേലൂയ. ആ മരിക്കുന്ന സമയത്ത് അപ്പൻ മരിച്ചപ്പോൾ അപ്പനെ കൊന്നു കുഴിച്ചിടാൻ മകനെ സാധിച്ചില്ല. അടുത്ത് വരാൻ പറ്റിയില്ല. വിലാപം നടക്കുന്ന വീട്ടിലേക്ക് പോകാൻ പറ്റിയില്ല. വാതിലടച്ച് അറയിൽ കിടക്കുന്ന അവസ്ഥകൾ കടന്നു വരുവാൻ തക്കണം ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ അതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളെ കർത്താവ് വരും. അത് യേശുക്രിസ്തു പറഞ്ഞത് നിവൃത്തിയാകുവാൻ തക്കണം ഇടയായിത്തീർന്നു. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു. ഹല്ലേലൂയ. അവർ കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ നടത്തുള്ള യേശുവിന് എന്ന് പേരിടണമെന്ന് പറഞ്ഞു. അതും പ്രകാരം നടക്കുവാൻ ഇടയാക്കി തീർത്തെങ്കിൽ ഓരോ സംഭവങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇപ്പം ഉണർന്നില്ലെങ്കിൽ ഹല്ലേലൂയ എന്നാണ് ഉണരണത്. ഹല്ലേലൂയ. നമ്മൾ ഉണർന്ന് ഇപ്പം തെരുവീതിയിലേക്ക് നമ്മൾ ഇറങ്ങണം. ആ തെരുവീതിയിൽ ചില അപ്പക്കഷ്ണങ്ങൾ കിടക്കുന്നത് പോലെ ചില ആത്മാക്കൾ കിടക്കുന്നുണ്ട്. ആ ആത്മാക്കൾക്കൊക്കെ എരിവ് നമ്മുടെ ജീവിതത്തില്ലെങ്കിൽ ഒരാത്മാവ് നശിച്ചു പോകാതിരിപ്പാൻ തക്കണം, നിത്യജീവൻ പ്രാപിപ്പാൻ തക്കണം. യേശുവിൻ്റെ വരവ് താമസിക്കുന്നതിൻ്റെ കാരണം നീയോ ഞാനോ ഓരോ ആത്മാവിനെ നമ്മുടെ ആലയത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. കൊണ്ടുവരാത്തത് കൊണ്ടാണ് യേശു ക്രിസ്തു വരവ് താമസിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ വരവ് താമസിച്ചാൽ ഇനി അനേക ശവങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അതെ ഹഗ്ഗായി പ്രവാചകൻ പറയുന്നു, ഞാൻ ഭൂമിയെ ഇളക്കും. ഹല്ലേലൂയ. പർവ്വതങ്ങളെ ഇളക്കും. ഹല്ലേലൂയ. ഭൂമി ഇളകിക്കൊണ്ടിരിക്കാതെ ഇന്ന് ഈ ദിവസങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നില്ലേ? അതെ, ഭൂമി ഇളകിയിട്ട് 2000 മരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇതൊക്കെ വരുന്നു. ഇതൊക്കെ കാണുമ്പോഴും നമ്മൾ മിണ്ടാതിരിക്കരുത്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വരവെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ആമോസ് പ്രവാചകൻ പറയുന്നു, ഒന്ന് കേൾക്കാം. 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ പറയുന്നുണ്ട് ഹല്ലേലൂയ. അനേകരെ ഹല്ലേലൂയ ശവങ്ങൾ എറിഞ്ഞു കളയുവാൻ തക്കണം ഇടയായിത്തീരുന്നു. യൗവനക്കാരുടെ ബോധം കെട്ടി വീഴുന്നു. ഒന്ന് വായിച്ചാട്ടെ. 8-ാം ആമോസ് 8:3. ഹല്ലേലൂയ. സ്തോത്രം. മതി. ഹല്ലേലൂയ. അവിടെ എല്ലാം നമുക്ക് ഒക്കെ സുപരിചിതമായ വാക്യമായി ഞാൻ തൊട്ടെന്ന് പറഞ്ഞുള്ളൂ. ഞാനിതെല്ലാം ഞങ്ങൾ തെരുവീതിയിൽ വിളിച്ചു പറയുന്ന വാക്കാണ്.
തെരുവീതിയിൽ വിളിച്ചു പറയും. ഇന്നലെ ഈ ഒരൊറ്റ വാക്യത്തെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. കാലങ്ങളുടെ ഇറയില്ല, കാന്തൻ വരാറായി, കാഹള ശബ്ദം കേൾക്കാൻ സമയമായി, കർത്താവ് ഗംഭീരനാഥത്തോടെ പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടെ സ്വർഗത്തിൽ നിറങ്ങാൻ സമയമായി. അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരുന്നാൽ, ഹല്ലേലൂയ, അനേകർ നശിച്ചു പോകുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്നാൽ നമ്മളോട് ആ പാപത്തെക്കുറിച്ച് ചോദിക്കുവാൻ തക്കണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ആ പാപം നമ്മൾ വഹിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ സമയത്തിൽ ഉണർന്ന് കർത്താവിന് വേണ്ടി പ്രകാശിക്കുവാൻ തക്കണം ഇടയായിത്തീരും. എഴുന്നേറ്റ് പ്രകാശിക്കുക. പ്രകാശം വന്നിരിക്കുന്നു, നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, ഭൂമി നടങ്ങുന്ന സമയങ്ങൾ വന്നിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ദൈവസേനയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ ഓരോ ദിവസം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തക്കണം ഇടയായിത്തീരും. പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് ഇങ്ങനെ പറയാൻ, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ഹല്ലേലൂയ. അതിൻ്റെ ആകാശത്തിൻ്റെ ശക്തികൾ ഇളകി വരും. ഹല്ലേലൂയ. എന്നിട്ട് പിന്നെ സൂര്യൻ വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്, സൂര്യൻ കരിമ്പടം പോലെ ഹല്ലേലൂയ കറുത്തു പോകും. ഹല്ലേലൂയ. ഓ, നക്ഷത്രങ്ങൾ പ്രകാശം കൊടുക്കുകയില്ല, പൊഴിഞ്ഞു വിടുവാൻ ഇടയായിത്തീരും. ചന്ദ്രൻ പ്രകാശം കൊടുക്കുകയില്ല. ഹല്ലേലൂയ. ഇങ്ങനൊരു കാലത്തിലേക്ക് നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുക ദൈവമക്കളെ. ഹല്ലേലൂയ. അത് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഒരുങ്ങിയിരുന്നില്ല എങ്കിൽ, ഹല്ലേലൂയ, ഒരുങ്ങിയിരുന്നാൽ പോരാ, അനേകർ ഒരുക്കണം. ഹല്ലേലൂയ. ഒരുക്കിയില്ലെങ്കിൽ കർത്താവ് നമ്മളോട് ചോദിക്കുവാൻ തക്കണം ഇടയായിത്തീരും, ഇതെന്താണ് എന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറയുന്നത്, ഞാൻ വരാറായിരിക്കുന്നു. അതുകൊണ്ട് ആ കാഹളധ്വനി കേൾക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവിന് വേണ്ടി നമ്മൾ എഴുന്നേൽക്കുവാൻ തക്കണം ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഒളിപ്പിച്ചു കൊടുത്ത് ഓരോ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തക്കണം ഇടയായിത്തീരും. യേശു തമ്പുരാൻ പറഞ്ഞു, ഞാൻ പോയതുപോലെ മടങ്ങി വരും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവെടുത്തിരിക്കും ദൈവമക്കളെ. അതുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത്, ഹല്ലേലൂയ, ഒരു കൊടുങ്കാറ്റ്, ഞാൻ ഭൂമിയെ ഒന്ന് ഇളക്കും, ആ ഭൂമിയുടെ അറ്റത്തിൽ നിന്ന് ഒരു കൊടുങ്കാറ്റടിപ്പിക്കും. ഹല്ലേലൂയ. ആ കൊടുങ്കാറ്റ് വന്ന്, ഹല്ലേലൂയ, അനേകരെ നശിപ്പിച്ചു കളയുമെന്ന്, ഹല്ലേലൂയ, യെരമ്യാ പ്രവാചകൻ പറയുവാൻ തക്കണം ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. അതുപോലെ സംഭവിക്കുന്നില്ലേ? ഹല്ലേലൂയ. അതിനൊരു പേര് കൊടുത്തു, റീത്ത്. ആ കാറ്റ് വന്നപ്പോൾ അതിൻ്റെ പേര് കൊടുത്തു, റീത്ത്. അങ്ങനെ ഒരു കാറ്റ് വന്നു. ഹല്ലേലൂയ. അങ്ങനെ കാറ്റിന് പല പേരുകളും കൊടുത്ത്, ഹല്ലേലൂയ, അനേകർ മരിച്ചു പോകുന്ന ആ അവസ്ഥയിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു തമ്പുരാൻ പറഞ്ഞു, നോഹയുടെ കാലം പോലെ സംഭവിക്കും. ഹല്ലേലൂയ. ആ നോഹയുടെ കാലം പോലെ സംഭവിക്കും. ആ നോഹ പ്രസംഗിച്ചുകൊണ്ട് നടന്നിട്ട് നോഹയെ ഭ്രാന്തനും നാക്ഷേപം ചൊല്ലി കൈകൊട്ടി ചിരിച്ചല്ലോ ദുഷ്ടന്മാരൊക്കെ. ഹല്ലേലൂയ. നോഹയ്ക്ക് ഭ്രാന്താണെന്നാ പറഞ്ഞ്. ഹല്ലേലൂയ. ഏറ്റവും വിലയേറിയ പണി, ഏറ്റവും കൂലി കിട്ടുന്ന പണി, ഏറ്റവും സന്തോഷത്തിൻ്റെ പണി, ഏറ്റവും സമാധാനത്തിൻ്റെ പണി, ഈ ഒരു പണി മാത്രമേ ഉള്ളൂ. ഈ പണി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് അവിടെ നിക്ഷേപമുണ്ട്. ഹല്ലേലൂയ. അത് നിക്ഷേപം സ്വർഗീകരിക്കാൻ തക്കവണ്ണം നമ്മൾ ഒരാത്മാവിനെ കൊടുത്താൽ എന്ന് സ്വർഗം സന്തോഷിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ഒരു ദിവസം, നമ്മുടെ ദിവസം 24 മണിക്കൂറുണ്ട്. അതിൽ 24 മണിക്കൂർ നേരം ഇതിൽ ഒരു 8 മണിക്കൂർ നേരമെങ്കിലും ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയാൽ, ഹല്ലേലൂയ, ഇവിടെ നമുക്ക് ഒക്കെ പണിയാൻ പോയാൽ 1000 രൂപ കിട്ടും. ഹല്ലേലൂയ. എന്നാൽ കർത്താവിന് മുമ്പിൽ കോടാനുകോടി രൂപയാണ് നമുക്ക് നിക്ഷേപത്തിൽ. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ നിക്ഷേപത്തിൽ നിന്ന് ഓരോന്നെടുത്ത് നമുക്ക് ചെലവഴിക്കാം. അതുകൊണ്ട് ഇവിടെ നിക്ഷേപിക്കുന്നത് നിക്ഷേപമല്ല, സ്വർഗത്തിലെ നിക്ഷേപം ആത്മാക്കളുടെ നിക്ഷേപമാണ്. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ജോണിക്കുട്ടി പാഷ പറഞ്ഞ് ഞാനിവിടെ വന്നെന്ന് ഒരു വ്യക്തി എങ്ങനെ സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പിൽ പറഞ്ഞാൽ, ഹല്ലേലൂയ, എൻ്റെ നിക്ഷേപം സ്വർഗത്തിലാണ്. അതുകൊണ്ട് ദൈവമക്കളെ, എൻ്റെ പേരിൽ ഒരാളെങ്കിലും, അല്ല എൻ്റെ വചനം പറഞ്ഞ്, എൻ്റെ കർത്താവിൻ്റെ വചനം പറഞ്ഞിട്ട് ആരെങ്കിലും ജീവിതത്തിലേക്ക് വന്നാൽ ആ ജീവൻ്റെ കിരീടത്തിൽ മുത്തുകളോടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കണം. ഹല്ലേലൂയ. ഒരിക്കലും തെറ്റി യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നമ്മൾ കേൾക്കും. ജാതിയോട് എതിർക്കും. ഭക്ഷ്യക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. കുടുംബങ്ങളെ ഒറ്റിക്കൊടുക്കും. ഹല്ലേലൂയ. സ്നേഹം തണുത്തു പോകും. ഹല്ലേലൂയ. യെരൂശലേമിലെ മ്ലേച്ഛത വരും. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേൽക്കും. കഷ്ടകാലം വരും. ഹല്ലേലൂയ. മധ്യാകാശത്തിന്റെ അടയാളങ്ങൾ കാണും. ഹല്ലേലൂയ. രോഗരാജ്യങ്ങൾ യഹൂദന്റെയും പുരോഗതിയല്ല
ഇതെല്ലാം മാറിപ്പോകും. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം ബൈബിളിനകത്തുണ്ട്. ഹല്ലേലൂയ. ഇതൊക്കെ ഞങ്ങളൊന്ന് നോട്ട് ചെയ്ത് ഹല്ലേലൂയ ഇതെല്ലാമാണ് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. അല്ലാതെ ബൈബിളിലെ ചില വാക്യങ്ങൾ എടുത്ത് ഹല്ലേലൂയ ഞങ്ങൾ കോട്ട് ചെയ്ത് അതാ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. അല്ലാതെ ഞങ്ങളുടെ സാമർത്ഥ്യമോ കഴിവൊന്നുമല്ല പറയുന്നത്. കർത്താവിൻ്റെ വരവെടുത്തിരിക്കുന്ന ലക്ഷണങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഭൂമിയെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഭൂമി ഇളകി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭൂമി ഇളകിയില്ലേ? ഹല്ലേലൂയ. ഇളകി അനേകർ മരിച്ചാൽ നമ്മൾ വാർത്തകൾ അറിയുന്നില്ലേ? ഹല്ലേലൂയ. അവിടെയൊക്കെ ഉള്ളവരൊക്കെ അവിടെ ഇല്ലേ ക്രിസ്ത്യാനികൾ? ഹല്ലേലൂയ. അവരെ ക്രിസ്ത്യാനികളും മരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതൊക്കെ അന്ത്യകാലം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അന്ത്യകാലത്തിൽ ദുർഘട ഘട്ടങ്ങൾ വരുമെന്നറിയാം. മനുഷ്യ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും ഏഷണക്കാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും അത് അങ്ങനെയുള്ളവരുടെ മധ്യത്തിൽ ആ ദൈവമക്കളെ നമ്മളുമായിരിക്കുന്നത്. അവരെ പോലെ ആവാനല്ല കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. കർത്താവ് പറഞ്ഞിരിക്കുക, നീയോ മനുഷ്യനായുള്ളോവേ ഇതെല്ലാം വിട്ടോടി. ഹല്ലേലൂയ. നമ്മൾ പിന്തുടരേണ്ട എന്താണ്? സ്നേഹം, സൗമ്യത, ഇതെല്ലാം നമ്മൾ പിന്തുടരുവാൻ തക്കണം ഇടയായിത്തീരണം. അങ്ങനെ പിന്തുടർന്ന് ദൈവത്തിൻ്റെ മകളും മകനുമായി തീരുവാൻ തക്കണം ഇടയായിത്തീരണം. ഹല്ലേലൂയ. എന്നാൽ അപ്പൻ ശിക്ഷിക്കാത്ത മക്കളില്ല. എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരെ ദൈവം ശിക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ശിക്ഷ ഉണ്ടാവും. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റമറ്റ മനസ്സാക്ഷിയോടെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവേ ഹല്ലേലൂയ. ദൈവാഗ്രഹങ്ങളൊക്കെ വിട്ട് ഹല്ലേലൂയ അതെ വിട്ട് ബഹു ദുഃഖത്തിന് അധീനമായിരിക്കുന്നുകൊണ്ട് അതെല്ലാം വിട്ട് നീയോ മനുഷ്യനായുള്ളവേ അത് വിട്ടോടിയത്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ മോഹം വിട്ടോടി, യൗവന മോഹം വിട്ടോടി. ഹല്ലേലൂയ. അത് നമ്മൾ വിളിച്ചിരിക്കുന്നത് അത് നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരണം. ഹല്ലേലൂയ. എന്നിവയെ പിന്തുടരണമെങ്കിൽ നമുക്ക് വിശ്വാസം കാത്തുകൊള്ളണമെങ്കിൽ നമ്മളെ ആരാ വിശ്വസിച്ച് ആരുടെ പിന്നാലെ നമ്മൾ ഓടുന്നേ? ഹല്ലേലൂയ. എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഒരു സമയം ഒരു മിനിറ്റെങ്കിലും നമ്മുടെ കർത്താവിന് വേണ്ടി ഒരു സഹോദരനോടോ ഒരു സഹോദരിയോടോ നമ്മൾ കർത്താവ് നമ്മുടെ അനുഭവം എന്ന് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. അനുഭവം ഉള്ളവർക്ക് അനുഭവം പറയാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം വിട്ടു. നമ്മുടെ വിശ്വാസം, നീതി, ഭക്തി, വിശ്വാസം, ക്ഷമ, ഹല്ലേലൂയ, സൗമ്യത ഇവയൊക്കെ പിന്തുടരണം. വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. ഹല്ലേലൂയ. വിശ്വാസത്തിന് നല്ല പോർ പൊരുതണം. ഹല്ലേലൂയ. വിശ്വാസിയായി ഹല്ലേലൂയ നമ്മളൊക്കെ വിശ്വാസി എന്ന് പറയും. ഹല്ലേലൂയ. വിശ്വാസിയായി നിന്നാ പോരാ, നല്ല പോർ നമുക്കുണ്ട്. ഒരു വിശ്വാസിയായി നിൽക്കണം െങ്കിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മകളായി നിൽക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ മകനായി നിൽക്കണമെങ്കിൽ നമ്മുടെ കർത്താവ് കഷ്ടം സഹിച്ചുവെങ്കിൽ നമുക്കും കഷ്ടം വരും. അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാൻ തക്കണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അനേക ഭക്തന്മാർ വീണുപോയ പോർക്കളത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ശിംശോനെ കുറിച്ച് വായിക്കുമ്പോൾ ഹല്ലേലൂയ ശിംശോൻ വലിയ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച ഹല്ലേലൂയ അവസാനം ആ ശിംശോൻ എന്ത് ചെയ്തു? അവന് താളടിയായി പോകാൻ ഇടയായിത്തീർന്നു. അവൻ്റെ വിശ്വാസമൊക്കെ വിട്ടുപോയി. ഹല്ലേലൂയ. അത് ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോനെ എടുത്ത് നോക്കിയേ. ഹല്ലേലൂയ. ആ ശലോമോൻ ദൈവത്തോട് ചോദ്യ കർത്താവേ ഇതിനെ ഭരിക്കുവാൻ, ജനത്തെ ഭരിക്കുവാൻ ഒരു നന്മ തന്നാൽ മതി എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ അവസാനം ശലോമോന് വീണുപോയി. അനേക വിശുദ്ധന്മാർ വീണുപോയ പോർക്കളത്തില എന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം കാത്ത് നമ്മൾ നിന്നില്ലെങ്കിൽ ഹല്ലേലൂയ വിശ്വാസന നായകനും പൂർത്തി വരുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് ആ ക്രൂശിലേക്ക് നോക്കും. കർത്താവേ നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഞാൻ ചെയ്തു തീർത്തുമെന്ന് ഒരു സന്ധ്യയായി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവേ ഇന്ന് പകൽ കർത്താവേ നീ എന്നെ ചെയ്തിരിക്കുന്ന എന്നോട് പറഞ്ഞ ദൗത്യം ഞാൻ ഏറ്റു. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തക്കണം ഇടയായിത്തീരുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് കേൾപ്പൻ നീയോ മനുഷ്യൻ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളോവേ ഇതെല്ലാം ഒന്ന് വിട്ടോടണം. എല്ലാം മോളി പറഞ്ഞ ദ്രവ്യാഗ്രഹങ്ങളെല്ലാം വിട്ടോടി അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്നേഹം, സൗമ്യത, ദീർഘക്ഷമയോടുകൂടി ആയിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം തന്ന ദൈവദാസന് നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനമുണ്ടല്ലോ. ഹല്ലേലൂയ. കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ വെള്ളിയാഴ്ച കേട്ട വചനമുണ്ട്. എൻ്റെ ഹൃദയത്തിൽ നീവരും പാടില്ല. ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിൻ്റെ അഭിഷേകത്തോടെ ആത്മശക്തിയോടെ ചില ഹൃദയങ്ങളിൽ നിന്ന് കഴുകുവാനിടയായിത്തീരും. ഹല്ലേലൂയ. വചനം അയച്ച് കാര്യങ്ങൾ സാധിച്ചെല്ലാം മടങ്ങി വരിക. നമ്മുടെ വചനം ഇരുപായത്തിലുള്ള വാളാണ്. നല്ല വചനം ഹല്ലേലൂയ അത് നല്ല എല്ലാം നല്ല വചനം നല്ലതാണ്. പക്ഷെ ചില ഹൃദയങ്ങളിലേക്ക് ചില മുറിവുകളെ കെട്ടണമെങ്കിൽ, ചില മുറിക്കണമെങ്കിൽ ചില വചനം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ കൂടി വരുന്നവർക്കൊക്കെയും ഹല്ലേലൂയ ഈ വചനം പ്രസംഗിക്കുവാൻ തക്കണം ഇടയായിത്തീരും. ഹല്ലേലൂയ. വചനം ഇരുവായത്തിലുള്ള വാള അത് നമ്മൾ ഏറ്റെടുക്കണം.
ഹല്ലേലൂയ. ചിലപ്പോൾ മുറിച്ചെന്ന് വരാം, ചിലപ്പോൾ മുറിവ് കെട്ടിയെന്ന് വരാം, ചിലപ്പോൾ ആശ്വാസം പകർന്നു വരാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എങ്ങനെ നയിക്കുന്നുവോ അതും പോലെ കർത്താവ് ഇതാ നിന്റെ ദാസൻ, നിന്റെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ച് ഒരു കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മൾ ഏൽപ്പിച്ച് കൊടുത്താൽ കർത്താവ് നമ്മളെ ഒന്ന് പണിതെടുത്ത് നല്ല ഫലം കായ്ക്കുന്നതായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് കൊള്ളാവുന്ന വചനം ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കുവാൻ തക്കണം നമ്മൾ ഏൽപ്പിച്ചു. കർത്താവേ ഇതാ നിന്റെ ദാസി, ഇതാ നിന്റെ ദാസൻ, ഇഷ്ടം പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവനാമം മഹത്വം എടുക്കുവാൻ ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ദൈവം സഹായിക്കും.